ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട് മൊത്തം ഇന്ന് പെയിൻ്റ് അടിക്കാൻ പോവാണ്. ഓൾറെഡി നമ്മുടെ പണിക്കാരൊക്കെ എത്തിക്കഴിഞ്ഞു. ഞാൻ അമ്മമ്മൻ്റെ വീട്ടിലാണ്. അമ്മമ്മൻ്റെ വീട്ടിൽ എത്താനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ നൈറ്റ് മുതലേ ഫുൾ സാധനം എടുത്ത് പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കി സാധനം ഇന്ന് രാവിലെ ഒരു 4 മണി ആകുമ്പോൾ എടുത്തിട്ടുണ്ട്. കാരണം അവർ 6 മണി ആകുമ്പോഴേക്കും എന്തോ എത്തുമെന്ന് പറഞ്ഞു. അവിടുത്തെ സാധനമൊക്കെ എടുത്തിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും ഞാൻ ഇവിടെ വന്ന് കിടന്ന്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം. അമ്മ പത്തിരി ചുടാൻ വേണ്ടി എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ പണിക്കാർക്ക് കൊടുക്കാൻ കുറച്ചധികം ഫുഡ് ഉണ്ടാക്കണം. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇവിടുന്ന് എണീറ്റ് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഇനി നമുക്ക് വേഗം വീട്ടിൽ പോയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ശ്രോണിയൊക്കെ ആദ്യമേ ചവിട്ടി പുറത്താക്കി ഗൈസ്, പണിക്കാരുള്ളതുകൊണ്ട്. ഗൈസ്, ഞാൻ വന്നപ്പോഴേക്ക് പണി മൊത്തം തീർത്തിട്ടുണ്ട് ഗൈസ്. ഇതേപോലെ തന്നെ അമ്മമാരൊക്കെ ഇവിടെ ഉണ്ടാവും. കുളിയും കഴിഞ്ഞോ ഗൈസ്? നമ്മുടെ പണിക്കാരിൽ ഒരാൾ സ്വാമി, ഒരാൾ സ്വാമിയാണ്. അപ്പം അതുകൊണ്ട് കുളിച്ചിട്ട്, സാധാരണ കുളിച്ചിട്ട് അടിക്കാതെ കയറില്ല. നമ്മളല്ല ഓണത്തിന് വിഷയത്തിനൊക്കെ അതിങ്ങനെ തലക്കെട്ട് ഞാൻ കാണാറ്. പണിക്കാരുള്ളവരെ കൊണ്ട് കുളിച്ച് കയറി. എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നു. ഇനി പത്തിരി ചുടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പത്തിരിയും കൂടി അമ്മ ചുട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? പത്തിരി നിങ്ങൾ ചുടൂ? കുഴച്ച ഇരിക്കല്ല, പത്തിരി കുഴച്ചപ്പോൾ മുതൽ ഒരിക്കും ഈ ചുടുന്ന പത്തിരിക്കാ ടേസ്റ്റ്, ഈ ചുടുന്ന പത്തിരിക്കാ ടേസ്റ്റ് അല്ലേ? ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. പറച്ചിലാണോ അല്ലേ? ഞാൻ ചുടുക പത്തിരി ചുടൂലെന്നുള്ള ഡിമാൻഡ് അടിച്ച പിന്നെ ടേസ്റ്റ്. ഇവിടെ ഞാൻ ചുടുക പത്തിരിക്കാണ് ഏറ്റവും ടേസ്റ്റ്. അതുകൊണ്ടാണ് അമ്മ എന്നെയും കാത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അല്ല, പത്തിരി ഇവിടെ അറിയായിട്ടല്ല. ഞാൻ ചുട്ട നല്ല സോഫ്റ്റ് പോലത്തെ പത്തിരി കിട്ടും ടേസ്റ്റ്. പത്തിരി ചുട്ടു കൊടുക്കാം. രാവിലെ തന്നെ നമ്മൾ നല്ലൊരു പ്രോട്ടീൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, വെള്ളം കുടിച്ചില്ല. നമ്മൾ വെള്ളം കുടിച്ചിട്ട് മുട്ട കഴിച്ചിട്ട് പത്തിരി ഇടും. എനിക്ക് പത്തിരി ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുഴഞ്ഞു ചെയ്യും. എന്നാൽ ഓൾറെഡി ഇപ്പോൾ ഒരു 8 മണി 8:30. നമ്മൾ പൊതുവെ നേരത്തെ ഫുഡ് കഴിക്കുന്ന ഒരു ഫാമിലിയാണ്. രാവിലെ എത്രയെങ്കിലും ലേറ്റ് ആയിട്ടൊന്നും ഫുഡ് കഴിക്കില്ല. മാക്സിമം ഒരു 7:30 8 മണിനുള്ളിലൊക്കെ കഴിക്കും. ഞാൻ പോയി വെള്ളം കുടിച്ച് മുട്ട കഴിച്ചിട്ട് വരാം. ലെറ്റ്സ് സ്റ്റാർട്ട് പത്തിരി മേക്കിംഗ്. ഇനി നമുക്ക് ഈ പത്തിരി ഇങ്ങനെ ഇടുമ്പോഴേക്ക് നമ്മുടെ പത്തിരി ആവുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ പത്തിരി കറക്റ്റ് വട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചുടുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്, എന്താ അറിയില്ല. ആൻഡ് നല്ല സോഫ്റ്റ് പത്തിരി ആയിരിക്കും. നല്ല നൈസ് ആയതുകൊണ്ട് നമുക്ക് വേഗം ചുട്ടെടുക്കാം ഗൈസ്. അമ്മമ്മ കുളിച്ചൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് തൊഴിലുറപ്പിന് പോകാൻ വേണ്ടി. ഗൈസ്, നമ്മളിപ്പോൾ തൊഴിലുറപ്പിനൊക്കെ ഇങ്ങനെ ഇത്ര പവറായിട്ടാണ് പോവുക തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോൾ ഗൈസ്. അപ്പം നമ്മൾ വീട് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക വൃത്തികേടായിട്ടുണ്ടായിരുന്നു പെയിൻ്റ് അടിക്കാത്തതിൻ്റെ. ഇപ്പോൾ ഏകദേശം ഇത്ര കൊല്ലമായി പെയിൻ്റ് അടിച്ചിട്ട്? 5 കൊല്ലമായി ഗൈസ് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട്. അപ്പോൾ 5 കൊല്ലം നമ്മൾ പെയിൻ്റ് അടിക്കാണ്ട് നിൽക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് കുറേ ഫിനാൻഷ്യൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലും വാല്യുബിളായിട്ട് ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പെയിൻ്റ് അടിക്ക് എങ്ങനെ പോയാലും ഒരു 20-25 ഉറുപ്പിക പൊട്ടും. വീട് മൊത്തം പെയിൻ്റ് അടിക്കുക, പണിക്കാര എമൗണ്ട് എല്ലാം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പെയിൻറ്റിൻ്റെ റേറ്റ് വരെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹൈ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ്. പിന്നെ വീട്ടിലല്ലാത്ത ചെറിയ ചെറിയ അറ്റകുറ്റ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളിപ്പോൾ തീർത്തുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് സ്റ്റിൽ ദൈവം സഹായിച്ച് പെയിൻ്റ് അടിക്കാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റിയിലേക്ക് എല്ലാം നമുക്കിങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇനിയും വൈകിപ്പിക്കണ്ട. പിന്നെ നമുക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ മുന്നിൽ വരാനും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളിപ്പം പെയിൻ്റ് അടിക്കുന്നു ഗൈസ്. കുറേ ഇനിയിപ്പോൾ ഞാൻ മെയിനായിട്ടൊരു ഹോം ടൂർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ബട്ട് വീട് അത്യാവശ്യം നല്ല രീതിയിൽ ചുമരൊക്കെ വൃത്തികേടായതുകൊണ്ടായിരുന്നു ഹോം ടൂറും കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞത്. ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇട്ട് പോകുന്ന കണ്ടൻസിൽ ഒന്നാണ് ഹോം ടൂർ എന്ന് പറയുന്നത്. ബട്ട് ഞാൻ എന്തായാലും വീട് കുറച്ച് ഡെക്കോറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പെയിൻ്റഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കുറച്ച് ഫ്രെയിംസും
പിന്നെ കുറച്ച് ഡെക്കോറിങ് ഐറ്റംസ് ഒക്കെ തൂക്കി സെറ്റാക്കാണ്ട്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഹോം ടൂർ ഞാൻ സെറ്റാക്കും. നിങ്ങൾക്ക് എൻ്റെ വീടൊക്കെ ഹോം ടൂറിൽ കാണാൻ പറ്റും. ടുഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം നമുക്ക്. ഇത് നമുക്ക് ഉപ്പുമാവുണ്ട്. ഉപ്പുമാവ് അമ്മമ്മ കൊണ്ടുപോകാൻ ഗൈസ്, കാണിച്ചു തരാം. അമ്മമ്മ വെക്കുന്ന ഉപ്പുമാവ് വാസോ യമ്മി. പിന്നെ അതാ നമുക്ക് ബ്രെഡ്. ഇത് ബ്രെഡ് പൊട്ടാതെയായിരിക്കും ഗൈസ്. ബ്രെഡെല്ലാം കൂടെ ഇങ്ങനെ നന്നായിട്ട് കുതിർത്തിയാണ് കഴിക്കേണ്ടതെന്ന് പഠിപ്പിച്ച്. സോ ഇവിടെ അമ്മ ഇങ്ങനെ ബ്രെഡും ഇതും കഴിക്കേണ്ട രീതി പറഞ്ഞു. ഇതെങ്ങനെ കഴിക്കണം പറയൂ. അറിയില്ല, ആർക്കും അറിയില്ല അങ്ങനെ കഴിക്കേണ്ടതെന്നില്ല. ഇവൻ്റെ പത്തിരി അത് മറിച്ചിടി. പിന്നെ പത്തിരി അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെ എൻ്റെ ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ്. സോ റോണീനെ കാര്യപരിപാടിക്ക് നടത്തിക്കേണ്ട സമയമായി. സാധാരണ അച്ഛനാണ് ഇങ്ങനെ നടത്തിക്കാൻ കൊണ്ടുപോവുക. ബട്ട് ഇന്ന് അച്ഛൻ പണിക്കാരെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതിനെ കൊണ്ട് നമ്മൾ നടത്തിക്കണം ഗൈസ്. ഇവനിങ്ങനെ ഓടുക ചെയ്യുക, നടക്കാൻ ഈ ചെക്കൻ അറിയത്തില്ല ഗൈസ്. ഇവനിങ്ങനെ മറ്റു നായ്ക്കളം മണം പിടിച്ച് അവിടെയൊക്കെ മുള്ളി നടക്കുന്ന പണിയാണ് ഗൈസിൻ്റെ. ഗൈസ് അങ്ങനെ നമ്മുടെ പരിപാടീസൊക്കെ കഴിഞ്ഞ്, കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. ഞാൻ ഫുഡ് കഴിച്ചില്ല, ഇനി പോയി നേരെ ഫുഡ് കഴിക്കട്ടെ. നമ്മളപ്പോൾ കുറച്ച് നേരം റോണീനെ നടത്തിച്ച് ഇവിടെ കൊലായിൽ വന്ന് കുത്തിരുന്നാണ്. കുറച്ച് എഡിറ്റിംഗ് വർക്ക്സൊക്കെ തീർക്കാണ്ടിരുന്നു. യൂട്യൂബിൽ 1-2 വീഡിയോസും പോസ്റ്റും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. സോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇനി പോയി ഫുഡ് കഴിക്കണം. പിന്നെ ഓൾറെഡി പണിക്ക് വന്നവർ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ അവർ കഴിക്കുന്നതിൻ്റെ മുന്നേ ചായക്ക് വെള്ളം വെക്കണം. നമ്മൾ ചായ കാച്ചി വെച്ചാൽ ചൂട് തങ്ങി പോകേണ്ടതെന്ന് കഴിച്ചിട്ട് കാച്ചിയിട്ടില്ല. ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ടാക്കി വെച്ച്. അപ്പം ഞാൻ വേമ്പോ ചായ കുടിച്ചിട്ട് വരാം. ഗൈസ് അങ്ങനെ നമ്മുടെ ട്രേഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായി. ഈവനിങ് ഒരു 3:30 കറക്റ്റ് ഫുഡിങ് ടൈമാണ് ഇപ്പം. സോ നമ്മൾ പണിക്കാർ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. സോ അവർക്ക് ഉച്ചയ്ക്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഓൾറെഡി സാമി ആയതുകൊണ്ട് നമ്മൾ ഉപ്പേരിയും പച്ചക്കറിയും പപ്പടവും അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സാമി ആയതുകൊണ്ട്. പിന്നെ മീൻ പൊരിച്ചത് ഇത് ഒരാൾ സാമിയില്ല, ആൾക്ക് വേണ്ടി പൊരിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പാക്കലാം ഗൈസ്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേഗം റെഡി ആയിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട്. സോ വേഗം പോയി റെഡി ആവട്ടെ കഴിച്ചിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങി ബാങ്കിലോട്ട് വന്നാണ്. സോ നമുക്ക് ബാങ്കിലേക്ക് ഞെട്ടി ഗൈസ്. അങ്ങനെ ബാങ്കിൽ പോസ്റ്റാണ് ഗൈസ്.